കേരളത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുകയായിരുന്നു. അപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ എത്രയൊക്കെ ഭൂരിപക്ഷം കിട്ടാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതിൽ നമുക്ക് പ്രിയങ്ക ഗാന്ധി മത്സരിച്ച വയനാട് അങ്ങോട്ട് മാറ്റിവെക്കാം. കാരണം വയനാടിൽ ആര് ജയിക്കും എന്നുള്ള കാര്യം ചർച്ചയ്ക്കൊന്നും വലിയ പ്രസക്തിയില്ല. അവിടെ പ്രിയങ്ക ഗാന്ധി ജയിക്കും. ഒരു 2.5-3 ലക്ഷത്തിൽ താഴെ കുറയാത്ത ഭൂരിപക്ഷവും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ഒരു 4.5 ലക്ഷത്തോളം വരുന്ന ഭൂരിപക്ഷം കിട്ടാം എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. മുനമ്പം ഇഷ്യൂ ഒക്കെ അവിടെ ബാധിക്കും എന്നൊക്കെ പറയുമെങ്കിൽ പോലും അവിടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു 4 ലക്ഷത്തോളം വരുന്ന ഭൂരിപക്ഷം എന്തായാലും പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റ് 2 ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് ഒന്ന് ചേലക്കരയാണ്. ചേലക്കരയിൽ രമ്യ ഹരിദാസ് ജയിക്കും എന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. രമ്യ ഹരിദാസ് ജയിക്കുമെന്ന് പറഞ്ഞാൽ അതൊരു വളരെ കൃത്യമായ അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പറയുന്നതിന് മുമ്പ് ഇതിനു മുമ്പ് ഈ ചാനൽ തുടങ്ങാൻ തന്നെ കാരണം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഒന്ന് പ്രവചിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 2021 പിണറായി വിജയൻ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരും, LDF ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരും, കേരളത്തിൻ്റെ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ചുകൊണ്ട് ഞാൻ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ പഠിച്ചതനുസരിച്ച് 90 സീറ്റിലധികം നേടി അധികാരത്തിൽ വരും എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു. ഈ ചാനലിലെ ഏറ്റവും ആദ്യത്തെ വീഡിയോയും അതാണ്. ആ വീഡിയോ ഇട്ട് പ്രൊഫഷണലായിട്ടൊന്നുമല്ല ഷൂട്ട് ചെയ്തത്, പക്ഷേ ആ കാര്യം പറയാൻ വേണ്ടി മാത്രം മെയ് 1-ാം തീയതി ഷൂട്ട് ചെയ്തതാണ്. മെയ് 2-ാം തീയതി റിസൾട്ട് വരുമായിരുന്നു. അതുകൊണ്ടാണത് തിരക്ക് പിടിച്ച് നമ്മൾ ഷൂട്ട് ചെയ്ത് ഇട്ടത്. അപ്പോൾ ആ റിസൾട്ട് വളരെ കൃത്യമായിരുന്നു. അതിനുശേഷം നിരവധി തെരഞ്ഞെടുപ്പുകൾ ഞാൻ പ്രവചിച്ചിട്ടുണ്ട്. ഏതാണ്ട് 99% തന്നെ കറക്റ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇതിനു മുമ്പ് നമുക്കറിയാം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ കൃത്യമായി കിട്ടാൻ പോകുന്ന ഭൂരിപക്ഷം പോലും ഞാൻ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. 36,400-ലധികം സീറ്റുകൾ കിട്ടുമെന്ന് വോട്ടുകൾ കിട്ടും ഭൂരിപക്ഷത്തിന് എന്ന് പറഞ്ഞിരുന്നു. ഏതാണ്ട് 61% വോട്ട് നേടിക്കൊണ്ടാണ് അവിടെ ചാണ്ടി ഉമ്മൻ ജയിക്കുന്നത് എന്ന് നമുക്കറിയാം. 37,000 സംതിങ് വരുന്ന ഭൂരിപക്ഷമാണ് അവിടെ കിട്ടിയത്. ആ കിട്ടുന്ന ഭൂരിപക്ഷം തന്നെ പോസ്റ്റൽ വോട്ട് എണ്ണുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞതുമായിട്ട് ഏതാണ്ട് 10-20 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ പോസ്റ്റൽ വോട്ട് കൂടി ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു 1000 വോട്ടിൻ്റെ വ്യത്യാസം വന്നത്. പിന്നീട് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു 25,000 വോട്ടിന് ജയിക്കും എന്ന് പറഞ്ഞ് റിസൾട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ MG കമലേഷ് എന്ന് പറയുന്ന ഏഷ്യാനെറ്റിൻ്റെ ട്രിവാൻഡ്രം ബ്യൂറോ ചീഫിനെ കണ്ട് സംസാരിച്ചിരുന്നു, ഏഷ്യാനെറ്റിൻ്റെ എറണാകുളം ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വെച്ച്. അപ്പോൾ അദ്ദേഹവുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അത്രയൊന്നും ഭൂരിപക്ഷം പോവില്ല, എന്താണെങ്കിലും വലിയ ടൈറ്റ് ഫൈറ്റാണ്, വളരെ ചെറിയ ഭൂരിപക്ഷമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. കൂടാതെ ലക്ഷ്മി പത്മയെ കണ്ട് സംസാരിച്ചപ്പോഴും അവരും എന്നോട് വളരെ ചെറിയ ഭൂരിപക്ഷമേ ഉണ്ടാവുള്ളൂ, 5000 താഴെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെന്നെ വല്ലാതെ ബാധിച്ചതുകൊണ്ട് ഞാൻ ഭൂരിപക്ഷം ഒരു 12,000-18,000 എന്നൊക്കെ പറഞ്ഞാണ് വീഡിയോ ചെയ്തത്. പക്ഷേ ഞാൻ അതിന് തൊട്ട് മുമ്പ് ഇവരോട് 2 പേരോടും 25,000 ഭൂരിപക്ഷം നേടി PT തോമസിൻ്റെ ഭാര്യയായിട്ടുള്ള ഉമാ തോമസ് ജയിക്കുമെന്നെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അന്ന് വൈകുന്നേരം കണ്ടപ്പോൾ അദ്ദേഹം എന്നെ ആലിംഗനം ചെയ്തുകൊണ്ടാണ് MG കമലേഷൊക്കെ സ്വീകരിച്ചത്, ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചത് ഞാൻ വളരെ കൃത്യമായി ഒരു വാർത്തകൾ വായിക്കുകയും അതിൻ്റെ ഇടയിലൂടെ നമ്മൾ കൃത്യമായി റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറഞ്ഞ് വായിക്കുകയും ചെയ്തുകൊണ്ടാണ്. ഉത്തർപ്രദേശിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ഞാൻ ഇതുപോലെ തന്നെ പ്രവചിച്ചിരുന്നു. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി സീറ്റുകൾ ഇരട്ടിയാക്കുമെന്നും അതുപോലെ തന്നെ ഈ വലിയൊരു ചെറിയൊരു സീറ്റിൻ്റെ കുറവ് യോഗി ആദിത്യനാഥ് ഗവൺമെൻറ്റിനുണ്ടാകുമെന്നും 5% താഴെ വോട്ട് മാത്രമേ കോൺഗ്രസിന് കിട്ടാൻ സാധ്യതയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വളരെ കൃത്യമായി ഞാൻ പ്രവചിച്ചിരുന്നു. BSPയുടെ തകർച്ചയെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ഏതാണ്ട് അതെല്ലാം തന്നെ സംഭവിച്ചു വളരെ കൃത്യമായി. അതിനുശേഷം ഞാൻ മാത്യു സാമുവലിൻ്റെയൊക്കെ ചാനലിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ കർണാടക തെരഞ്ഞെടുപ്പ് വരുന്നത്. കർണാടക തെരഞ്ഞെടുപ്പിൽ ഞാൻ വളരെ കൃത്യമായി എന്ന് പറഞ്ഞിരുന്നു 130-നും 135-നും ഇടയിൽ സീറ്റുകൾ മേടിക്കും കോൺഗ്രസ് എന്ന് പറഞ്ഞു, കോൺഗ്രസ് ജയിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ 135ഓളം സീറ്റുകൾ മേടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ ജയിച്ചത്. ജനതാദളിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അവർ 19 സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോയത് നിങ്ങൾക്കറിയാമായിരിക്കും. BJPക്കും വലിയ തിരിച്ചടി ഉണ്ടായി. ഇതെല്ലാം തന്നെ ഞാൻ വളരെ കൃത്യമായി പ്രവചിച്ചതാണ്. ഈ പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലുമൊക്കെ അങ്ങനെ കൃത്യമായി പ്രവചിക്കാൻ കഴിഞ്ഞത് പലപ്പോഴും ഞാൻ പുതുപ്പള്ളിയിൽ പോയിട്ടുണ്ടായില്ല ആ സമയത്ത് പോലും. ഇതും ഞാൻ യഥാർത്ഥത്തിൽ ഇവിടെ ഈ പാലക്കാടോ അല്ലെങ്കിൽ ചേലക്കരയിലോ ഒന്നും ഞാൻ ഇത്തവണ വിസിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ വരുന്ന പത്രവാർത്തകളും മാധ്യമ വാർത്തകളും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും എല്ലാം തന്നെ നമ്മൾ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ കിട്ടുന്ന റീഡിങ്ങിൽ നിന്നാണ് നമ്മളിത് കൃത്യമായി പ്രവചിക്കുന്നത്. ഇത്തവണ എനിക്ക് തോന്നുന്നത് 29,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം രമ്യ ഹരിദാസിന് 2019 ഉണ്ടായിരുന്നു. പക്ഷേ 2024 വരുമ്പോൾ അവർക്ക് 5170 വോട്ടിൻ്റെ ഭൂരിപക്ഷം കെ രാധാകൃഷ്ണനാണ് ഉണ്ടായിരുന്നത്.
2021 കെ രാധാകൃഷ്ണൻ 39,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതായത് 25% വോട്ട് വ്യത്യാസമുണ്ടായിരുന്നു. ആ 25% വോട്ടേ പാലക്കാട് കിട്ടിയുള്ളൂ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്തവണ രമ്യ ഹരിദാസ് അവിടെ ഒരു 12,000 വോട്ടിനെങ്കിലും ജയിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ കാരണം വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ആ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ മാത്രമുള്ള ശക്തി അവിടെ BJPക്കില്ല, അല്ലെങ്കിൽ അത്രത്തോളം വലിയ വോട്ടുകൾ പിടിക്കാൻ BJPക്ക് കഴിയില്ല. കഴിഞ്ഞ തവണ തന്നെ കെ രാധാകൃഷ്ണൻ അവിടെ നിന്ന് ജയിക്കാൻ കാരണം BJP അവിടെ വലിയ തോതിൽ വോട്ട് പിടിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആലത്തൂർ പോലും കെ രാധാകൃഷ്ണൻ പരാജയപ്പെട്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ പോലും ഞാൻ വിചാരിക്കുന്നു ഒരു 12,000 വോട്ടിനെങ്കിലും ജയിക്കുമെന്നാണ്. PV അൻവറിൻ്റെ DMK എന്ന് പറയുന്ന പാർട്ടിയൊക്കെ ഉണ്ട്. അവരും കുറച്ച് വോട്ടുകൾ പിടിച്ചേക്കാം. ഒരു 3,000-ത്തിലധികം വരുന്ന വോട്ടുകൾ മാത്രമേ പിടിക്കാൻ സാധ്യതയുള്ളൂ. മാക്സിമം വന്ന് 5,000 വോട്ടുകളിൽ താഴെ മാത്രമേ പിടിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഒരു 12,000 വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് തീർച്ചയായിട്ടും ഒരു രമ്യ ഹരിദാസ് ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു 10,000-12,000 കംഫർട്ടബിൾ മജോറിറ്റിയിൽ ജയിച്ചേക്കാം. രണ്ടാമത്തെ ഒരു മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാടാണ്. പാലക്കാട് നമ്മൾ ഏറ്റവും വലിയ ടൈറ്റ് ഫൈറ്റ് നടക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രതീതി ജനിപ്പിക്കുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിലും ഞാൻ പറയുന്നത് ഇതുവരെ ഷാഫി പറമ്പിലൊക്കെ നേടിയിട്ടുള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് 17,000 ഒക്കെയാണ്. കഴിഞ്ഞ തവണ നേടിയിട്ടുള്ളത് 3,500-ലധികം വരുന്ന വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. പക്ഷേ ആ വോട്ടുകളുടെ ഭൂരിപക്ഷത്തെക്കാളൊക്കെ തന്നെ വലിയ തോതിലുള്ള ഭൂരിപക്ഷവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തവണ ജയിക്കും. ഒരു 18,600-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ജയിച്ചേക്കാം. ഇത് ഒരു സർവേ നടത്തിയിട്ടോ അല്ലെങ്കിൽ അഭിപ്രായ സർവേയോ ഒന്നുമല്ല. ഇത് ഞാൻ എൻ്റെ ഒരു റീഡിങ്ങിൽ നിന്ന് തോന്നുന്ന ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്. അത് പറഞ്ഞതെല്ലാം തന്നെ 99% ശരിയായിട്ടുണ്ട്. തെറ്റിപ്പോയതാകെ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ മാത്രമാണ്. അതുപോലും നമ്മൾ പുറമേ കാണുന്ന രാഷ്ട്രീയത്തിനും അപ്പുറം ചില അന്തർധാരകൾ ഉണ്ടായിരുന്നുകൊണ്ടും ചില കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരുന്നുകൊണ്ടും CPM സഹായിച്ചതുകൊണ്ടും മാത്രമാണ് സുരേഷ് ഗോപിയോട് ജയിച്ചത്. സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറഞ്ഞിരുന്നവർ പോലും വളരെ നിസ്സാരമായ മാർജിനാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ 75,000 വോട്ടിലേക്ക് വന്നതിൻ്റെ കാരണം തീർച്ചയായിട്ടും അവിടെ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ CPM കൃത്യമായ വലിയ തോതിലുള്ള ഒരു അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് വലിയ തോതിലുള്ള ശ്രദ്ധ പുലർത്തിയതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ശ്രദ്ധ പുലർത്തുമെന്നുള്ളത് ദല്ലാൽ നന്ദകുമാറൊക്കെ തന്നെ നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് നമ്മളാരും ഗൗരവത്തിലെടുത്തില്ല. അത് അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ സീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2026-ൽ ഭരണത്തിലേറാൻ സഹായിക്കാമെന്നും കൂടാതെ ലാവ്ലിൻ കേസുകളടക്കമുള്ള നിരവധി കേസുകൾ കൺസീഡ് ചെയ്യാമെന്നും ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതെല്ലാം ഏതാണ്ട് ശരിയായി വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന 2 സ്ഥലങ്ങളിലും ഏതാണ്ട് ഈ പറയുന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്താനാണ് സാധ്യത. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഏറ്റവും ഒടുവിൽ അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് നിരവധി ആരോപണങ്ങളുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചേലക്കര കൂടി കൈവിട്ടു പോയാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വികാരം അതിശക്തമായുണ്ട് എന്നവർ മനസ്സിലാക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് LDFനകത്തുള്ള മുന്നണിക്കകത്തുള്ള മറ്റു ഘടകകക്ഷികൾക്കൊക്കെ തന്നെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് CPIക്കടക്കം സുനിൽകുമാറിനടക്കം നിരവധി ആളുകൾക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ വീണ്ടും പൊങ്ങി വന്നേക്കാം. ഇടതു മുന്നണിക്കകത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എന്ന് പറഞ്ഞ് പിണറായി വിജയൻ ഉടനെ തന്നെ മാറേണ്ടി വരും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ചേലക്കര നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തന്നെ വലിയൊരു ചലഞ്ചായിരിക്കും. ഇതിൻ്റെ ഒപ്പം അടുത്തൊരു മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാടാണ്. പാലക്കാട് നിങ്ങൾക്കറിയാം നിലനിൽക്കുന്ന മണ്ഡലമാണ്, കോൺഗ്രസിൻ്റെ നിലവിലുള്ള മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. ആ പാലക്കാട് നഷ്ടപ്പെട്ടു പോയാൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഷാഫി പറമ്പിലും അതുപോലെ തന്നെ VD സതീശനും ചിലപ്പോൾ അതിന് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അവരുടെ സ്ഥാനങ്ങൾക്ക് തന്നെ വലിയ ചലനം ഉണ്ടായേക്കാം. പക്ഷെ അവരുടെ റിസ്കിൽ, അവരുടെ പേഴ്സണൽ റിസ്കിൽ അവർ ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും വലിയ റിസ്ക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം. അതുകൊണ്ട് ജയിക്കാനായിട്ട് ഏതറ്റം വരെയും പോകുന്ന ഒരു രീതിയിലേക്ക് ഷാഫിയും VD സതീശനും ഒക്കെ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കോൺഗ്രസിൽ ഒരിക്കലും കാണാത്ത രീതിയിൽ സന്ദീപ് വാര്യരെ ഏറ്റവും ഒടുവിൽ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്ന പണി പോലും ചെയ്തിട്ടുള്ളത്. അതിനൊക്കെ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്നറിയില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെട്ടില്ല. ആ ചർച്ച ചെയ്യപ്പെടാത്തത് ഇത്തരത്തിലുള്ളൊരു മരണക്കളിയുടെ ഭാഗമായി പലപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു വിഭാഗീയതയും ധ്രുവീകരണവും വർഗീയ ധ്രുവീകരണവും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് നിരവധി നേതാക്കൾ നടത്തിയിട്ടുള്ള പ്രസ്താവനകളാണ്. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഇതാണ് ഈ മണ്ഡലങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള
വിജയങ്ങളും ഭൂരിപക്ഷവും.